കോഴിക്കോട് കുറ്റ്യാടി കാവിലുംപാറ മുറ്റത്തെപ്ലാവിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. വനാന്തര റോഡുകളിലും ജനവാസ മേഖലയിലും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിൽ കർഷകരും ആശങ്കയിലാണ്. ഈ ആനക്കുട്ടി എൻ്റെ പുറകെ ഓടലും വലിയ ആനയും ഇട്ടേന്ന് ചാടി പുറകെ ഓടുക ചെയ്തത്. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയാണ്. ആ വണ്ടി അവിടെ വീകലും വണ്ടിക്ക് വന്ന് സ്കൂട്ടിക്ക് വന്നിട്ട് 3-4 ഇടിയാണ്. ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വണ്ടി ഇടിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഓടുന്നത്. സത്യത്തിൽ അവിടെ നന്നേരാണ് ഞാൻ ഓടി. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇപ്പോഴും എന്താ പറയുക, പറയാൻ എനിക്ക് പറ്റുന്നില്ല. ജനസാന്ദ്രതയേറെയുള്ള കാവിലുംപാറയിലെ മുറ്റത്തെപ്ലാവ് മലയോര മേഖലയിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്നത്. വയനാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കുറ്റ്യാടി ചുരത്തിലും സമീപ പ്രദേശമായ കരിങ്ങാടും കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നതും പതിവാണ്. 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മുറ്റത്തെപ്ലാവ് മേഖലയിലും സമീപ പ്രദേശങ്ങളിലും രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടുമുറ്റങ്ങളിൽ പോലും ആനകളെത്തിയതോടെ ഭീതിയിലാണ് ജനങ്ങൾ. ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ കാട്ടാന ആക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 4-5 ദിവസമായി ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വലിയ പരിഭ്രാന്തിയിലാണ് ജീവിക്കുന്നത്. വീട്ടുമുറ്റത്ത് വരെ ആന എത്തിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വലിയ രാത്രിയൊന്നും ആളുകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാടിറങ്ങിയെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ പലതും നശിപ്പിച്ചാണ് കാട് കയറുക. മുറ്റത്തെപ്ലാവ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളാണ് കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രധാനമായും നശിപ്പിച്ചത്. ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ മേൽവശത്തൊക്കെ ആന വന്ന് എൻ്റെ മക്കൾ രാത്രി പണിയും കഴിഞ്ഞ് വരുന്നത് പേടിച്ചുകൊണ്ട് കാത്തിരിക്കുക ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെല്ലാം വന്ന് റോഡുമ്മിൽ വന്ന് പന്നി ആയിക്കോട്ടെ മുള്ളനായിക്കോട്ടെ എല്ലാം ഭയങ്കര കുരങ്ങാണെങ്കിലും മൊത്തം വന്ന് എല്ലാം നശിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടിയപ്പുറം ഇപ്പോൾ ആന വന്നിട്ട് കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ മൊത്തം ഇതാക്കുന്നത്. വയനാട് വനത്തോട് ചേർന്ന് കിടക്കുന്ന പുൽപ്പാറ വനത്തിൽ ആനകൾ പെരുകിയതാണ് മഴക്കാലത്ത് പോലും ജനവാസ മേഖലകളിൽ ആനകൾ ഇറങ്ങാൻ കാരണം. ഇന്നലെ കാവിലുംപാറയ്ക്ക് സമീപം തൊട്ടിൽപ്പാലം ചൂരണിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കുറ്റ്യാടി ചുരം വഴി യാത്ര ചെയ്യുന്നവരും കാട്ടാനാക്രമണത്തിന്റെ ഭീതിയിലാണ്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ പെട്ടെന്ന് തീർക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടാന വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കുറ്റ്യാടിയിലെ വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.